നമുക്ക് അടിപൊളി പരിപ്പ് വട നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് പരിപ്പ് വട വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കടലപ്പരിപ്പാണ് എടുത്തത്. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ പൊതിർത്തി വെക്കുക. പൊതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിന് ശേഷമാണ് കഴുകി എടുത്തിട്ട് ഊറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ടോ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം ഒരു 5-6 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത്. അങ്ങനെ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട പരിപ്പ് നമ്മളിവിടെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പരിപ്പ് നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി, വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജാറിലിട്ട് നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് അടിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് ജാറിലേക്ക് പരിപ്പിട്ട് അതിന് ശേഷം ഇവിടെ വറ്റൽമുളക് ഇട്ട് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ 1/4 ടീസ്പൂണോ ഇല്ല 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം എന്ന് പറയുന്നത് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കുക. മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പിന്നെ പച്ചമുളക്, ബാക്കിയുള്ള ഇഞ്ചി, കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ ഇതിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അത്യാവശ്യത്തിന് ആണെങ്കിൽ ഒരു അല്പം വെള്ളം ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ കുഴച്ചിട്ട് ബാക്കി എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. അതാണ് പരിപ്പ് വടക്കുള്ള. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ച പരിപ്പും കൂടി ഇതിലേക്ക് ആടിച്ചെടുക്കുക. ആദ്യത്തെ നല്ലതുപോലെ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. കുറച്ച് ആവശ്യത്തിനാണ് നമ്മൾ എടുത്തു വെച്ച കുറച്ച്, അതായത് ചെറിയൊരു ക്രിസ്പി നമുക്ക് പരിപ്പിൽ കടിക്കണ്ടിയിട്ട് നല്ലതുപോലെ അപ്പാടങ്ങ് അടിഞ്ഞു പോകുന്ന രീതിയിലേക്ക് വേണ്ട. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചൂടായ എണ്ണയിൽ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് പരത്തിയിട്ട് അതിലേക്കിട്ട് എടുക്കുക, ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ല ചൂടിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ടൈപ്പ് പരിപ്പ് വട നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് റംസാൻ്റെ സ്പെഷ്യലായിട്ട് ഈവനിങ്ങിന് ഉണ്ടാക്കാം. അല്ലാത്ത സമയത്ത് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഈവനിങ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എണ്ണയിൽ നിന്ന് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇട്ട് കുറച്ച് കഴിഞ്ഞ സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ടപാട് തിരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ അടിപൊളി ക്രിസ്പി ടൈപ്പ് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പരിപ്പ് വട പല രീതിയിൽ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ രീതി ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പരിപ്പ് വട നിങ്ങൾക്ക് വൈകുന്നേരത്തെ പരിപ്പ് വട ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you very much.